അക്ഷരലക്ഷ മഹാഗായത്രി യാഗവും ഗായത്രി നവരാത്രി ആഘോഷവും ജൂൺ 21 മുതൽ ജൂലൈ 16 വരെ നടക്കും. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ത്രാങ്ങാലി ഗായത്രി ഗുരുകുലത്തിന്റെ നേതൃത്വത്തിലാണ് യാഗം നടത്തുന്നത്. സ്ഥാപക ആചാര്യനും വേദപണ്ഡിതനുമായ അരുൺ പ്രഭാകരന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക എന്ന് യജ്ഞസമിതി അംഗങ്ങൾ അറിയിച്ചു. എല്ലാവർക്കും നല്ല നമസ്കാരം. ത്രാങ്ങാലിയിലെ ഗായത്രി ഗുരുകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഗായത്രി മഹായാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഷാജി വരവൂർ. ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്. ആചാര്യൻ അരുൺ പ്രഭാകർ, അദ്ദേഹമാണ് ഗുരുകുലത്തിൻ്റെയും ഈ യജ്ഞത്തിൻ്റെയും ആചാര്യൻ. നമ്മുടെ സമിതി അംഗം ജഗദീശ്വരി, പുറത്ത് ഒ പി ബാലേട്ടൻ സഹരക്ഷാധികാരിയാണ്. കോമളേച്ചി നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറിയാണ്. ആചാര്യൻ ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. നമസ്കാരം. ഗായത്രി ഗുരുകുലം വേദപാഠശാലയാണ്. കഴിഞ്ഞൊരു 7-8 വർഷമായി ഭാരതത്തിനകത്തും പുറത്തും ജാതി ഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവരെയും വേദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠശാലയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഗുരുകുലം ഒരു വേദപാഠശാല തുടങ്ങാൻ വേണ്ടി ഷൊർണൂരടുത്ത് ത്രാങ്ങാലിയിൽ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭൂമിയിൽ വെച്ച് സമകാലിക കേരളത്തിൽ ആദ്യമായിട്ടാണ് 24 ലക്ഷം ഒരു ഗായത്രി ഹോമിക്കുന്ന ഒരു മഹായാഗം നടത്തുവാൻ പോകുന്നത്. പല വൈശിഷ്ട്യങ്ങളും അതിനുണ്ട്. ഒന്ന്, 24 ലക്ഷം ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം അല്ല. വലിയ ചിലവ് വരും, അങ്ങനെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. അത് 24 ദിവസം കൊണ്ടാണ് ഈ ഒരു യാഗം നടക്കുന്നത്. ഈ യാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഗുരുകുലത്തിലെ അന്തേവാസികൾ, അതായത് ഗുരുകുലത്തിൽ നിന്ന് വന്ന് വേദം പഠിച്ചവരാണ് ഇതിൻ്റെ ഋത്വിക്കുകളെല്ലാവരും. അതായത് സ്ത്രീകൾ ഋത്വിക്കുകളായിട്ടുള്ള ആദ്യത്തെ ഗായത്രി യാഗമാണ്. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. മറ്റൊരു പ്രത്യേകതയുള്ളത്, സാധാരണഗതിയിൽ യാഗം നടക്കുമ്പോൾ യാഗാഗ്നി എടുക്കുക, അരണി കടഞ്ഞാണ് അഗ്നി എടുക്കുക. ഈ യാഗത്തിന് സ്ത്രീകളാണ് അരണി കടയുന്നത്. സ്ത്രീകൾ മാത്രം, പുരുഷന്മാരെ സഹായിക്കുക അങ്ങനെയല്ല. സ്ത്രീകൾ തന്നെ അരണി കടഞ്ഞ് അഗ്നിജനനം നടത്തി ആധാനം ചെയ്യുന്ന ഒരു യാഗമാണ്. കാരണം യാഗാദി കാര്യങ്ങൾക്ക്, അങ്ങനെ ഗായത്രി ജപത്തിന് പോലും സ്ത്രീകൾ പാടില്ല എന്ന ചില സമ്പ്രദായങ്ങളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അല്ല എന്ന് ആണ് ഗുരുകുലത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിങ്ങനെ ഒരു സ്ത്രീകളെ കൊണ്ട് തന്നെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു ഈ പറഞ്ഞ യാഗങ്ങൾ അല്ലെങ്കിൽ യാഗം നടത്തുവാൻ തീരുമാനിച്ചത്. 24 ദിവസമാണ്. അതായത് ജൂൺ 21 മുതൽ ജൂലൈ 14 വരെ 24 ദിവസം കൊണ്ട് 24 ലക്ഷം ആണ് ഹോമിക്കുക. അതായത് ഒരു ദിവസം 1 ലക്ഷം. തുടർന്ന് 15ഉം 16ഉം കേരളത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഗായത്രി നവരാത്രി എന്നുള്ളത്. 4 നവരാത്രികളുണ്ട് കേരളത്തിൽ. ഒരു നവരാത്രി മാത്രമേ അത്ര പ്രചാരത്തിലുള്ളൂ, ശരത്കാലത്ത് നവരാത്രി മാത്രം. അതല്ലാതെ വേറെ നവരാത്രികളുണ്ട്. ഇപ്പോൾ വസന്ത നവരാത്രി ഉണ്ട്, അതുപോലെ മാതംഗി നവരാത്രി ഉണ്ട്. അതിൽ 4ാമത്തെ നവരാത്രിയാണ് ആഷാഢ നവരാത്രി എന്ന് പറയും. ഈ ആഷാഢ നവരാത്രിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് ഗായത്രി നവരാത്രി എന്നാണ്. ആ ഗായത്രി നവരാത്രിയും യാഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അത് അതിൻ്റെ അവസാന ചടങ്ങുകൾ 15, 16 തീയതികളിലാണ്. അപ്പോൾ ഈ നവരാത്രിയോട് കൂടിയാണ് യാഗം അവസാനിക്കുക. 21 കാലത്ത് രാവിലെ 5 മണിക്ക് ഋഗ്വേദത്തിലെ സ്വസ്തി വാചനത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് മഹാഗണപതി ഹോമം ഉണ്ടാവും. തുടർന്ന് ധ്വജാരോഹണം, അഗ്നിജനനം അഥവാ അരണി കടഞ്ഞുള്ള അഗ്നിജനനം, തുടർന്ന് അഗ്നിയാധാനം, തുടർന്നാണ് ഗായത്രി യജ്ഞം നടക്കുക. തുടർന്ന് അതിൻ്റെ അപ്പുറത്ത് യാഗശാലയുടെ തൊട്ടടുത്ത വേദിയിൽ തന്നെ
ഗായത്രിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗായത്രി പ്രതിഷ്ഠാദി കർമ്മങ്ങളൊക്കെ ബിംബപ്രതിഷ്ഠയെല്ലാം തൊട്ടടുത്ത് തന്നെ ഒരു 7 മണിയോടുകൂടി ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒരു 6 മണി വരെ തുടർച്ചയായി യജ്ഞമാണ്, അഥവാ ഹോമമാണ്. 6 മണിക്ക് അത് അവസാനിച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് ഓരോ ദിവസവും പൂർണ്ണാഹുതി ഉണ്ടാവും. പൂർണ്ണാഹുതി എന്ന ചടങ്ങുണ്ട്. പൂർണ്ണാഹുതി കഴിഞ്ഞാൽ തുടർന്ന് 24 ദിവസവും ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ അക്ഷരത്തെയും ഓരോരോ ദേവതകളായിട്ടാണ് വൈദികർ പറയുക.